നേരത്തെ ഉറങ്ങുക, നേരത്തെ എണീക്കുക. ലാസ്റ്റ് ഉറങ്ങാനില്ല, ലാസ്റ്റ് ടൈം എത്ര? 10 മണി, 10 o'clock ലാസ്റ്റ്. ഇശാ നിസ്കരിച്ചിട്ട് സംസാരിക്കൽ നബിക്ക് വെറുപ്പാണ്. സ്വഹീഹുൽ ബുഖാരി. കാന നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യക്റഹുൽ കലാമ ബഅദൽ ഇശാഇ. ഇശാ നിസ്കാരം കഴിഞ്ഞ് സംസാരിക്കുന്നത് നബിക്ക് വെറുപ്പാണ്. റസൂലുള്ളാഹി തആല പറയില്ല. നേരത്തെ ഉറങ്ങും, നേരത്തെ എണീക്കും. ഈ പ്രകൃതിയിൽ ഒരു പ്രത്യേക ടൈമാണ് എന്ത്? ഉഷസ്സുദിക്കുന്നതിന് മുമ്പുള്ള 2 മണിക്കൂർ. ആ 2 മണിക്കൂർ നിന്റെ തല മണ്ണിൽ കുത്തിയാൽ അതിന് കിട്ടുന്ന എനർജി മാത്രം മതിയോ? നിന്റെ ഇമ്മ്യൂണിറ്റി പവറിനെ വീണ്ടും റീപ്രൊഡക്ട് ചെയ്യാനുള്ള കഴിവ് എന്തിനുണ്ട്? 3 മണിക്ക് നീ വെറുതെ എണീറ്റിരുന്നു, 3 മണിക്ക് കട്ടിലിന് എണീറ്റു, 3 മണിക്ക് നീ രാത്രി 3 മണി കഴിഞ്ഞ് കട്ടിലിന് എണീറ്റു, കാല് നിലത്ത് കുത്തി ഇങ്ങനെ ഇരുന്നു 1 മിനിറ്റ് 2 മിനിറ്റ്. ആ സമയത്ത് റസൂലുള്ളാഹി ആയത്തോതും, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ. ആധുനിക ശാസ്ത്രം കണ്ടുപിടിച്ചു ആ ഇരുത്തം. റസൂലുള്ളാഹി എണീറ്റിട്ട് അങ്ങോട്ട് പോവില്ല, വെള്ളത്തിൻ്റെ അടുത്തേക്ക് പോവില്ല. ഉളു എടുക്കുന്നതിന് മുമ്പ് റസൂലുള്ളാഹി കാല് കുത്തിയത് ഇരുത്തിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഖുർആനോടും. ആലി ഇംറാനിലെ അവസാനത്തെ ആയത്തുകൾ, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ ആയാതിൽ ലിൽ അൽബാബ് അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖൂദൻ. ആ ആയത്തോടും. റസൂലുള്ളാഹിന്റെ റൂമിൽ ഇരുന്നാൽ തന്നെ ആകാശം കാണും, ആകാശത്തേക്കൊന്ന് ഇങ്ങനെ നോക്കും. നിന്റെ സെൽഫ് ഇമ്മ്യൂണിറ്റി പവറിനെ നീ വർദ്ധിപ്പിച്ചു ഈ ഇരുത്തം. പിന്നെ നീ ഒന്ന് ഒന്നുകൊടുത്തു, തഹജ്ജുദ്, സുജൂദൊക്കെ ശരിക്കൊന്ന് സുജൂദ് ചെയ്തു. അപ്പോൾ നിനക്ക് കിട്ടുന്ന എനർജി ഉണ്ട്, ഭയങ്കര. ഈ എനർജിയുടെ സമയം എത്ര വരെ ഉണ്ട്? 3 AM to 5 AM. വെളുപ്പാൻ കാലത്ത് 3 മണി മുതൽ 5 മണി വരെയുള്ള സമയം. വല്ലാത്തൊരു കരുത്താണ് ആ സമയം. അതാണ് എന്ത്? സുഹൂർ, അത്താഴ സമയം. ആ സമയത്ത് തഹജ്ജുദ് നിസ്കരിക്കുക. ആ സമയത്ത് ചെയ്യുന്ന, ആ സമയത്ത് എണീറ്റിരുന്നാൽ പോലും പ്രതിരോധ ശക്തി വർദ്ധിക്കും. ആ സമയത്ത് വെറുതെ എണീറ്റിരുന്നാൽ തന്നെ കരുത്തുണ്ടാവും. അത് നമ്മൾക്ക് കഴിയില്ല. കാരണം നമ്മൾ 1 മണിയായാലും ഉറങ്ങാൻ കഴിയില്ല, ഉറങ്ങൂല. ആവശ്യമില്ലാതെ മൊബൈൽ ഒഴിവാക്കണമെങ്കിൽ മൊബൈൽ ഒഴിവാക്കുക തന്നെ ചെയ്യാം. മൊബൈൽ ഒഴിവാക്കുന്നതുകൊണ്ട് എന്താ നഷ്ടം? അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ അതിന് സമയം വെക്കുക. ഒരു ദിവസം ഞാൻ ഈ സമയങ്ങളിലാണ് മൊബൈൽ ഉപയോഗിക്കുക, അങ്ങനെ വെക്കുക. അവിടെയൊക്കെ നമ്മൾ ഒരു ഡിസിപ്ലിൻ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയില്ല. ആധുനികത നിന്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്തി.